കൊച്ചി എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി ദീർഘകാലമായി ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്ന ഗുരുതരമായ കണ്ടെത്തലുള്ളത്. സംഭവത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ്. 6 വയസ്സുകാരി മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും പീഡിപ്പിക്കപ്പെട്ടതായാണ് കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 16-നാണ് അച്ഛനെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. 6 വയസ്സുകാരിയായ പെൺകുട്ടി ഏകദേശം 1 വർഷത്തോളമായി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും കുട്ടിക്ക് പീഡനം നടന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് എളമക്കര പോലീസ് പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കുട്ടിയെ പീഡിപ്പിച്ചത് ആരാണെന്നതിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുടെയും സമീപവാസികളുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി. കേസിൽ കൃത്യമായ തെളിവുകളുണ്ടെന്നും ആരാണ് കുറ്റവാളി എന്നതിൽ അന്വേഷണം നടക്കുകയാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് പിന്നെ മുൻകൂട്ടി പോവാം. അതെല്ലാം ഇൻവെസ്റ്റിഗേഷനോടെ ഭാഗമായിട്ട് അത് പറ്റി പറയാൻ പറ്റില്ല. നമുക്ക് പീഡിപ്പിക്കട്ടുള്ളതുണ്ട്. അതുകൊണ്ടാണ് കേസ് ആൾട്ടർ ചെയ്തിട്ട് നമുക്ക് 302 പോക്സോ കേസും അഡീഷണലായിട്ട് ആഡ് ചെയ്യും. അല്ല, അത് കൃത്യമായിട്ട് നോക്കും. നമുക്ക് എവിഡൻസ് ഉണ്ട്. അതനുസരിച്ച് പോവാം. അത് ഒരു ഫാമിലി അച്ഛൻ അമ്മ കൊച്ചിയൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സമയമാണ്. അതെന്തെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അത് ഒരുമിച്ചിരിക്കൂടെ ഫാമിലിനകത്ത് നടന്നിട്ടുള്ളതാണ്. അത് പിന്നെ നമുക്ക് അന്വേഷിച്ചാലേ അറിയാൻ പറ്റും. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായി. കുട്ടി പീഡനത്തിനിരയായതിനെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്നാണ് അമ്മ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ടുകൾ, മൊബൈൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ എല്ലാ സാങ്കേതിക തെളിവുകളും പരിശോധിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.